ജയ് ശ്രീ രാധേ രാധേ ഗോവിന്ദ്. ഇന്ന് പറയാൻ പോകുന്നത് മഹാബലിയെക്കുറിച്ചിട്ടാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന കഥയാണ് മഹാബലി പാതാളത്തിലാണെന്നുള്ളത്. പക്ഷേ വാസ്തവത്തിൽ മഹാബലി പാതാളത്തിലല്ല, സുതലത്തിലാണ്. നമുക്ക് 14 ലോകങ്ങളാണല്ലോ ഉള്ളത്. മുകളിലേക്ക് 7 ലോകം, താഴേക്ക് ഭഗവാന്റെ കാലിൻ്റെ അടിയിലായിട്ട് 7 ലോകവും. അതിൽ സുതലമാണ് ഏറ്റവും ബെറ്റർ വേൾഡ്. താഴത്തെ ലോകങ്ങളിൽ വെച്ചിട്ട് സുതലം ഈസ് ബെറ്റർ. ആൻഡ് മഹാബലി ഉള്ളത് സുതലത്തിലാണ്. അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തതാണ് ആക്ച്വലി ഭഗവാൻ. മുകളിലേക്ക് പോകാനുള്ള മോക്ഷം കൊടുത്തതാണ് ഭഗവാൻ. അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായിട്ട് വരുന്നത് മഹാബലി ആയിരിക്കും. അത് ഏകദേശം നമ്മൾ പാരലലായിട്ട് നോക്കുമ്പം മഹാബലിപുരം അങ്ങനെ മറ്റോ ആണ്, ഗുജറാത്തിലാണ് ആ സ്ഥലം വരുന്നത്. ഭാഗവതത്തിൽ അതിനെപ്പറ്റി ഭഗവാൻ സുതലത്തിൽ വിസിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുക, സത്യങ്ങൾ മക്കൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഒരുപാട് മാനിപ്പുലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ആ സത്യങ്ങളൊന്നും അറിയാതെ പോകുന്നത്. പിന്നെ ഭാരത സംസ്കാരം അനുസരിച്ചിട്ട് എല്ലാവരെയും ഒന്നും ഉദ്ധരിക്കത്തില്ല, വേണ്ടുന്നവരറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഭാഗവതം ഒക്കെ മനസ്സിലാക്കുക, അതിൽ ഭഗവാനെ കുറിച്ചിട്ടുള്ള സത്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം ഓരോ മന്വന്തരം എന്ന് പറയുന്നത് ഒരുപാട് മന്വന്തരങ്ങൾ കഴിഞ്ഞു. എല്ലാ ദേവീദേവന്മാരുടെയും പൊസിഷൻസ് മാറും, ഈ ബ്രഹ്മാവിൻ്റെ ആയാലും ഇന്ദ്രൻ്റെ ആയാലും ഒക്കെ. പക്ഷെ ഭഗവാൻ എപ്പോഴും അവിടെയുണ്ട്. മൾട്ടിവേഴ്സാണ്, ഒരുപാട് ഹയർ ഡയമെൻഷൻ, മോർ ദാൻ 64 ഡയമെൻഷൻസ് ആയിട്ടാണ് പറയുന്നത് ഭഗവാനും രാധാറാണിയും കുറിച്ചിട്ട്. അപ്പോൾ ആ സത്യങ്ങളൊക്കെ അറിയുക. എല്ലാ ലോകങ്ങളും ഇപ്പം നമ്മൾ എർത്ത് മാത്രമല്ലല്ലോ, ഇവിടെ മാത്രമല്ല എർത്ത് എന്ന് പറയുന്നത്. ആക്ച്വലി അതേപോലത്തെ വേറെയും ഉണ്ട്, വേറെയും ലോകങ്ങളുണ്ട്. അതിൽ ഭഗവാൻ അവതരിച്ച, വാമനമൂർത്തിയായിട്ട് അവതരിച്ച എർത്തെന്ന് പറയുമ്പോഴേ അവിടെ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് ഭൂമിദേവി ചെല്ലുമ്പോൾ, ഭഗവാനെ കാണാൻ ചെല്ലുമ്പോൾ വിഷമങ്ങൾ പറയുമ്പം, അധർമ്മത്തെ നിഗ്രഹിക്കാൻ പറയുമ്പം പറയുന്നുണ്ട് ഏത് എർത്തിൽ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ എർത്തിലും ബ്രഹ്മലോകം, വിഷ്ണുലോകം, ശിവലോകം ഒക്കെ ഉണ്ട്. പക്ഷേ ഗോലോകം ഈസ് ഡിഫറെൻറ്റ്. അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സമയമെടുക്കുമായിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അറിയാം. അപ്പോൾ നമുക്ക് ഓരോ മന്വന്തരങ്ങളിലും പല യുഗങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു 70-72 മറ്റോ യുഗങ്ങളിലാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് സത്യയുഗം. അതിലാണ് പ്രഹ്ലാദൻ്റെയൊക്കെ വന്നിരിക്കുന്നത്, നരസിംഹമൂർത്തിയുടെ അവതാരം. പിന്നെ അത് കഴിഞ്ഞിട്ട് ത്രേതായുഗം, ശ്രീരാമനും സീതയും പരശുരാമനും പിന്നെ വാമനമൂർത്തിയൊക്കെ വന്നത്. അതൊരു 13 ലക്ഷം വർഷങ്ങളുള്ളതായിട്ടാണ് പറയുന്നത്. അതിനുശേഷം ആണ് ശ്രീകൃഷ്ണ അവതാരം വന്നിരിക്കുന്നത്. അത് ദ്വാപരയുഗത്തിലാണ്, ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുന്നേ. എന്ന് വെച്ചാൽ മില്യൻസ് ഓഫ് ഇയർ ഓൾഡാണ് നമ്മുടെ സംസ്കാരം. അത് മനസ്സിലാക്കുക. ഓരോന്നും പുതിയ പുതിയ തത്വങ്ങൾ അറിയുമ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സിനെ കുറിച്ചിട്ടുള്ള ട്രൂത്താണ് ശരിക്കും ഭാഗവതം എന്ന് പറയുന്നത്. എങ്കിൽ പോലും രാധയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് വ്യാസത്തിന് എഴുതാൻ കഴിഞ്ഞില്ല, മോഹാലസ്യപ്പെട്ടു പോയിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. വൃന്ദാവനത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു ഗോപികയെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. അത് രാധ തന്നെയാണ്. അപ്പോൾ സത്യങ്ങൾ, അറിഞ്ഞ സത്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. താങ്ക് യു.